ഒന്നിലധികം ആൾ കൂടിച്ചേർന്ന് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഈസിയായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയെങ്കിൽ ഏറ്റവും ഈസിയസ്റ്റ് ഫോം പാർട്ണർഷിപ്പ് ഫേം രജിസ്ട്രേഷനാണ്. വെൽക്കം ടു ഹൗ ടു ലോഞ്ച് യുവർ ഫസ്റ്റ് ബിസിനസ്. പാർട്ണർഷിപ്പ് ഫേം രജിസ്ട്രേഷൻ എന്നത് നിങ്ങൾ രണ്ടോ അതിലധികം ആളുകളോ കൂടിച്ചേർന്ന് ഒരു പാർട്ണർഷിപ്പ് ഡീഡ് എഗ്രിമെൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് ആ ഡീഡിൻ്റെ ബലത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സിനെയാണ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. ആ ഡീഡിൽ പ്രോഫിറ്റ് ഷെയറിങ്, ക്യാപിറ്റൽ, ആരാണ് വർക്കിംഗ് പാർട്ണർ, ആരാണ് മാനേജിങ് പാർട്ണർ, ആരൊക്കെയാണ് സ്ലീപ്പിംഗ് പാർട്ണർ എന്നെല്ലാം ഡിസൈഡ് ചെയ്യാൻ കഴിയും. ഡീഡ് ഉപയോഗിച്ച് ഒരു പാൻ കാർഡും കാര്യങ്ങളും എടുത്ത് ബിസിനസ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഒരു വലിയ ഡീമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലാബിലിറ്റി അൺലിമിറ്റഡ് ആണ്. വൺസ് വല്ല ബിസിനസ് ലോസ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഒരു പാർട്ണർക്ക് ആസ്തിയുണ്ട്, ഒരു പാർട്ണർക്ക് പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഇല്ല എങ്കിൽ പോലും ആ പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഉള്ള പാർട്ണർ ആ ഫുള്ള് ലോസും നികത്താൻ ബാധ്യസ്ഥനാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻസ് വേരിയൻ്റ് ആണ് ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ണർഷിപ്പ് LLP. ഈ പേരിൽ തന്നെയുണ്ട് ലാബിലിറ്റി ലിമിറ്റഡാണ്. വൺസ് വല്ല ലോസോ കാര്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ മാനേജിങ് പാർട്ണേഴ്സിൻ്റെ നെഗ്ലിജൻസ് കാരണത്താലല്ല എങ്കിൽ ഇതിൻ്റെ ലാബിലിറ്റി ലിമിറ്റഡാണ്. അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് അറ്റാച്ച് ചെയ്യപ്പെടുകയില്ല. ഈ രണ്ട് ഫേമും ഈ രണ്ട് ടൈപ്പാണ് എങ്കിൽ പോലും ഈ രണ്ട് ടൈപ്പും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യൽ കമ്പൽസറിയാണ്. അതിന് പുറമെ LLP MCA ഫയലിംഗ് ചെയ്യലും നിർബന്ധമാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ടൈപ്പായ കമ്പനി രജിസ്ട്രേഷനെ കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്.